ദാലു സാറാണ് എൻ്റെ ഗുരു, ഫാഷൻ ഗുരു. എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മ റോളൊക്കെ ചെയ്യാൻ. പക്ഷെ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. ആദ്യമൊന്നും ഞാൻ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല, ബിക്കോസ് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഹായ് ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഒരു വണ്ടർഫുൾ മോഡലാണ്, ഭയങ്കര സുന്ദരിയാണ് എൻ്റെ കൂടെ ഉള്ളത്. മിസ്സസ് കേരള ഫൈനലിസ്റ്റ് 2019 താര ചേച്ചിയാണ്. എങ്ങനെയാണ് ചേച്ചി ഫീൽഡിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു. കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ ആയിരുന്നു. യെസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2017 ഞാൻ ഫസ്റ്റ് ഓഡിഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ ഷോർട്ട് ലിസ്റ്റായി. പിന്നെ ഞാൻ അതിന് പോകാൻ നിന്നില്ല. പിന്നെ 2019 ഞാൻ മിസ്സസ് കേരള എസ്പാനിയോട് മിസ്സസ് കേരളയിൽ ഞാൻ ജോയിൻ ചെയ്തു, എത്തി ഫൈനലിസ്റ്റ് വരെ വന്നു. അതിനുശേഷം 2019 അതിനുശേഷമാണ് ഞാൻ ഈ മോഡലിംഗ് ഫീൽഡിലേക്കാണ് വന്നത്. അപ്പം ടീച്ചിങ്ങും എൻ്റെ ഈ പ്രൊഫഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല, ഒബിയസ്ലി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ കൊറോണ വന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ അങ്ങനെയാണ് ഈ ഷൂട്ട്സും. അപ്പം ഈ എന്താ പറയുക നമ്മുടെ കൊറോണ സമയത്തായിരുന്നു ഈ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇൻസ്റ്റയിൽ അങ്ങനെ എനിക്കൊരു മെസ്സേജ് വരാനോ FBയിൽ മെസ്സേജ് വരാനും, ഞാൻ ആ സമയത്താണ് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് തന്നെ ഒരു ഓണിലായത്. ആദ്യം എനിക്ക് 300 ഫോളോവേഴ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോഴാണ് ഇപ്പം 28.5K ഫോളോവേഴ്സ് ഒക്കെ ആ സമയത്ത് പിന്നെ ഈ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ആദ്യമായിട്ട് ഒരു ജോർജ് കുട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊടുപുഴയിൽ അവനാണ് ആദ്യം എന്നോട് ചോദിച്ചത് ഫോട്ടോ എടുക്കട്ടെ കൊള്ളാബായിട്ട് വരണം. ആദ്യമൊന്നും ഞാൻ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല, ബിക്കോസ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മെസ്സേജ് കണ്ടു. അപ്പം ഞാൻ മെസ്സേജ് ചെയ്യാതിരുന്നപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, ശരി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇപ്പം തന്നെ ജാട കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. ആ ഫോട്ടോഷൂട്ടിന് ശേഷമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സോ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഹു ആർ ദ സപ്പോർട്ടേഴ്സ്? ശരിക്കും എൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് ആണ്, പിന്നെ എൻ്റെ ഫാമിലിയാണ്, പിന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും. ഓക്കെ, അപ്പം ഈ ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു കുഞ്ഞു? ഒബിയസ്ലി ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ചെന്നൈയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തേനാമ്പേട്ട് എന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു ചെന്നൈയിൽ. അവിടെ കുറേ സിനി ആർട്ടിസ്റ്റ് അവരുടെയൊക്കെ, അപ്പം അങ്ങനെ ഞാൻ വൈജയന്തിമാലയുടെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ ഡാൻസ് ക്ലാസ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, പഠിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ ദൂരദർശനിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഇങ്ങനെ കുട്ടികളെ കോമ്പയർ ചെയ്യുന്ന പരിപാടിയൊക്കെ പോയി. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ മേ ബി അതായിരിക്കാം ഇപ്പം. പക്ഷെ ഞാൻ ഈ ഒരു ഫീൽഡിൽ എൻ്റർ ആവുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ? ടോട്ടലി. പിന്നെ ഞാൻ മാത്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. പിന്നെ മാരേജ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഷനാസ് ഹുസൈൻ്റെ എല്ലാ മേഖലയിലും ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട്. പിന്നെ മെറിന എറോസ്റ്റസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഗ്രൂമിങ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ കൊച്ചിൻ ഇവിടെ എറണാകുളം എത്തിപ്പെട്ടു. അപ്പൊ പിന്നെ എനിക്ക് ഈ കുട്ടികളെല്ലാം ഞാൻ മാത്സ് ആയാലും എനിക്ക് ആ കിൻഡർ ഗാർഡനിൽ പഠിപ്പിക്കാനാ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് പോയി. അത് ഒരു 8 years എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചിങ്. അവിടെ നിന്നാണ് പിന്നെ അതിനെനിക്ക് താങ്ക്സ് പറയേണ്ടത് മിസ്സസ് കേരളയിൽ ഞാൻ കയറിയതിന് ശേഷമാണ്. അപ്പോഴാണ് എനിക്ക് ഏതാണ് പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഫൈനലിസ്റ്റിൽ വന്നതിന് ശേഷമാണോ സിനിമയിലേക്കൊക്കെ എൻട്രി ആയത്? അതെ, അതിനുശേഷമാണ് ഞാൻ ഈ ഫോട്ടോഷൂട്ട്സും എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ്. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ജോഷി മേഡയിലിന്റെ ഒരു വെബ് സീരീസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ 2-3 ഷോർട്ട് ഫിലിംസ്, അങ്ങനെ പിന്നെ ആൽബം ചെയ്തായിരുന്നു. പിന്നെ ഒരു മൂവി ആഭിചാരം അത് റീസെന്റ് കോഴിക്കോടില് ബഷീർ സാറിന്റെ എന്നെ വിളിച്ചു, ഷോർട്ട് ഫിലിം വിളിച്ചു. ആദ്യം ഞാൻ സ്റ്റോറി കേട്ടപ്പം എന്താ പറയാ, ഒരു മോനെ അവിടെ നടന്ന സംഭവമാണല്ലോ, നിധിയുടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ അത് നേരെ തിരിച്ച് അത് കാണുമ്പം മോൻ അമ്മയെ കൊന്നിട്ട് പോകണമുള്ള ഒരു സസ്പെൻസ് ആയിരുന്നു. Why you have so saree craze? ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോൾ ഫുള്ള് സാരിയുടെ ഫോട്ടോസാ. ഞാൻ സ്ക്രോൾ ചെയ്യുന്തോറും
അയ്യോ ഇതെന്താ ഫുൾ ഭയങ്കര സാരി ക്രൈസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഈ ഒരു ഡ്രസ്സിനേക്കാളും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു സാരി ഉടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ്. അതെന്താ അങ്ങനെ ഒരു സാരി ക്രൈസ്? ആക്ച്വലി ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എൻ്റെ അമ്മ സ്റ്റാൻലി മെഡിക്കൽ ഹോസ്പിറ്റലിലെ വാർഡനായിരുന്നു. അപ്പം അമ്മ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ സാരിയൊക്കെ മടക്കി നമ്മൾ ഈ സ്റ്റാർച്ചൊക്കെ പണ്ടൊക്കെ ഇപ്പോഴൊക്കെ പുറത്ത് കൊടുക്കും, നമുക്ക് സമയമില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല, എല്ലാ വീക്ക് ഡേയ്സിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ വീട്ടിൽ വരുമ്പോൾ അതൊക്കെ മെനക്കെട്ടിരുന്ന് അയൺ ചെയ്ത് സാരി ഉടുത്തിട്ട് പോകുമ്പോൾ അപ്പടി തന്നെ 2 പ്രാവശ്യം അത് ഉടുക്കാൻ പറ്റും. സോ അങ്ങനെ ഞാൻ കണ്ട് വളർന്ന് സാരി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കോളേജിലും ഞാൻ സാരി ഉടുത്ത് പോവായിരുന്നു. പിന്നെ മാരേജ് ആയി. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഈ കോസ്റ്റ്യൂമിൽ ഇരിക്കുക വെച്ചാൽ നമ്മുടെ ഈ ഷോയുടെ ഗ്രൂമിങ് ടൈമാണ്. സോ ആ ഒരു ഔട്ട്ഫിറ്റിൽ നമ്മൾ ഇരിക്കണം. സോ എനിക്കൊരു സെലക്റ്റീവ് ഇതുണ്ട്, നമ്മൾ എവിടെയാണ് ഏതൊരു സിറ്റുവേഷനിൽ പോകണോ ആ സിറ്റുവേഷനിലുള്ള ഔട്ട്ഫിറ്റിൽ ഇരിക്കണം എന്ന്. അപ്പം ഞാൻ സ്കൂള് സെലക്ട് ചെയ്ത് തന്നെ എനിക്ക് സാരി ഉടുക്കാൻ തന്നെ, ഞാൻ എപ്പോഴും സ്കൂളിൽ സാരീസേ ഉടുക്കുള്ളൂ. ഓക്കെ. അല്ല ഇവിടെ വന്നപ്പോഴും ഞാൻ ആദ്യം സാരിയിലാണ് കണ്ടത്. ഞാൻ ഫസ്റ്റ് ഡേ എല്ലാവരെയും നമ്മൾ ഇംപ്രഷൻ വേണമല്ലോ, ഫസ്റ്റ് ഡേ ഞാൻ ഏറ്റവും സുന്ദരി സാരിയിലായതുകൊണ്ട്. ഓക്കെ. ശരിക്കും കേരളം മോഡൽസിന് പറ്റിയൊരു സ്ഥലമാണോ ശരിക്കും? അല്ല, മോഡൽസിന് ഏത് സ്ഥലവും ഓക്കെയാണ്. അവര് നമ്മളിപ്പോ കുറെ ന്യൂസുകൾ കേൾക്കുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ഇവിടെ കറക്റ്റായിട്ട് ഓഡിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണോ ഇവിടെ? അല്ല, ദാറ്റ്സ് വാട്ട് ഞാൻ പറയുന്നത്. സ്ഥലം എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ പ്ലേസ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ ഇല്ലയോ വേണ്ടയോ എന്നുള്ളത് അവരവർ സെലക്റ്റീവായിട്ട് എടുക്കുന്നതിൻ്റെ രീതി. മിസ്യൂസ് ചെയ്യാതെ ഇവിടെ ചെയ്താലും നമുക്ക് ഏത് പ്ലേസും ഓക്കെയാണ്. ഇപ്പം ഡൽഹി ആയാലും ബോംബെ ആയാലും ബാംഗ്ലൂർ ആയാലും കേരള ആയാലും നമുക്ക് ഇപ്പം കേരളത്തൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരിങ്ങനെ ആവണം എന്നുള്ള ഒരു ഇതിലുണ്ടെങ്കിൽ. പക്ഷെ അത് നല്ലൊരു രീതിയിൽ നല്ല ഒരു ഇതിലേക്ക് എത്തുവാണെങ്കിൽ ഓക്കെ. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മോഡലിംഗിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്തായിട്ട് ഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പം അതിന് എവിടെയാണെങ്കിലും ഒരു നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. കുറേ ബാഡ് കമൻറ്റ്സ് പറയാനായിട്ട് കുറേ പേരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നിങ്ങളുടെ ചോറ് അതാണ്. അതെ, മോഡലിംഗ് ആണ്. ആ ഫീൽഡിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ചിന്തിക്കണവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നേ പറയാവുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ ധരിക്കുന്നത്. അവരെന്താ വിചാരിക്കണു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സ് ധരിച്ചിട്ട് ചെയ്യാൻ പറ്റൂല. അവര് പറയണവര് പറയും, നമ്മുടെ ഹാപ്പിനെസ് എന്താണോ അത് ചെയ്യാം. വണ്ടർഫുൾ. ഓക്കെ. ഈ ഒരു ഫീൽഡിലേക്ക് ചേച്ചി സെലക്ട് ചെയ്തപ്പോൾ ഇത്രയും എല്ലായിടത്തും ഫേസ് കാണിച്ചേക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ടീച്ചിങ്ങിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നൊക്കെ എന്തൊക്കെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് ചലഞ്ചസ് എന്തൊക്കെ വന്നു? ചാലഞ്ചസ് ചലഞ്ചസ് ഉണ്ട് നമുക്ക്. ഒബിയസ്ലി നമ്മളിപ്പോൾ ചില സ്ഥലത്ത് ഫോട്ടോസ്, ഇപ്പം എനിക്ക് മെയിനായിട്ട് എൻ്റെ ഫോട്ടോസ് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മ റോളൊക്കെ ചെയ്യാൻ. പക്ഷെ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പിന്നെ മേ ബി അവരെയും പറയാൻ പറ്റില്ലല്ലോ, അവർക്കൊരു എത്തിക്സ് ഉണ്ടല്ലോ, ഇങ്ങനെ വേണം എന്നുള്ള ഒരു രീതിയിൽ, ക്യാരക്ടർ റോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ വേറെ പറയാൻ എന്താ, വിട്ടുപോയി, കൊച്ചു മാറിപ്പോയല്ലേ. ചാലഞ്ചസ് എന്തൊക്കെ ഫേസ് ഞാൻ ഫേസ് ചെയ്തത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാത്തിനും ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. പിന്നെ കൂടുതലും എനിക്ക് ഫോട്ടോഷൂട്ടിൽ ഞാൻ എന്നെ കാണുമ്പോൾ ആദ്യം എല്ലാവരും കുറച്ച് ചാടയാണെന്നൊക്കെ പറയും. ഞാൻ സംസാരിക്കണം, പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ ഇത് തന്നെയാണ്. സംസാരിച്ച് കഴിയുമ്പം അവർ പറയും ഇത് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കണ വരേ ഉള്ളൂ. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും. ഇപ്പൊ എത്രയോ പേര് പറഞ്ഞു അവൾക്ക് അഹങ്കാരം, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ട്രസ് ഒക്കെ എത്രയോ പേരോട് അങ്ങനെ പറയും. പക്ഷെ അവരുടെ ആയിട്ട് സ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് ഒരാളോട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴേ അത് അറിയാൻ പറ്റും. അല്ലാതെ ഒരാളെ ഒരു നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് അവരിങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എപ്പോഴും ഡാലു സാറിന്റെ കൂടെയുള്ള പിക്സ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ്? ദാലു സാറാണ് എൻ്റെ ഗുരു, ഫാഷൻ ഗുരു. ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം ദാലു സാർ. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് മിസ്സസ് കേരളയിൽ പോയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്കൊരു കാര്യമാണ്, ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോകണമെങ്കിൽ ഞാൻ കുറച്ച് റീഡ് ചെയ്യും, അതിനെക്കുറിച്ച് മനസ്സിലാക്കും.
ശരിക്കും ഞാൻ ആ മിസ്സസ് കേരളയിൽ പോയപ്പോൾ ഞാൻ ബ്ലാങ്കാ. അന്ന് എനിക്കൊരു അനുഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ അന്ന് ഫിനാലേക്ക് കയറുമ്പോൾ 1 by 1 നമ്മൾ ചെസ് നമ്പർ വൈസ് പോവുമല്ലോ. എൻ്റെ 27 ആയിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ഇൻട്രോ മറന്നു, ഞാൻ ബ്ലാങ്കായി. അപ്പൊ എന്നോട് ദാലു പറഞ്ഞു, ഞാൻ എന്നിട്ട് പറഞ്ഞു 28 ചെസ് നമ്പർ വിട് ബേബി, കുഴപ്പമില്ല, നമ്മൾ ബേബി എന്നല്ലേ വിളിക്കാറ്, അതൊന്നും പറ്റില്ല, നീ തന്നെ പോണം, നിനക്ക് എന്ത് അവിടെ പറയാൻ തോന്നുന്നു നീ പറഞ്ഞു. നേരത്തെ നമ്മൾ കുറച്ച് പ്രിപ്പയർ ആയിരിക്കുമല്ലോ, ഇതിപ്പോ നമുക്കൊരു കോമ്പറ്റീഷനാണ് എല്ലാം, അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ഉണ്ടാവും. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയി. അതുവരെ ഞാനിങ്ങനെ ബൈ ഹാർട്ടും, എനിക്ക് ആക്ച്വലി മലയാളം കുറച്ച് പറയാൻ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ്, ഞാൻ ജനിച്ച് വളർന്നത് ചെന്നൈയിലാണ്. മലയാളം വീട്ടിൽ പറഞ്ഞാൽ പോലും എനിക്ക് അത്ര ഒരു ഫ്ലുവൻ്റ് വരില്ല. അപ്പം പെട്ടെന്ന് എന്നോട് ഇതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫുൾ ബ്ലാങ്ക് ആയി. അപ്പം ബേബി പറഞ്ഞു, നീ ഒന്നും കുഴപ്പമില്ല, നീ നേരെ പോയി നിന്നിട്ട് നിനക്ക് എന്ത് പറയണോ. പക്ഷെ ഞാൻ അവിടെ പോയി നിന്നിട്ട് എനിക്ക് തന്നെ പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്നോട് ബേബി ചോദിക്കുക, നീ ആണോ പറഞ്ഞ മറന്നു എന്ന് പറഞ്ഞിട്ട്, എന്താ അങ്ങനെ ഒരു ബോണ്ടിങ് ആ സമയം തുടങ്ങി. ഒരു കോൺഫിഡൻസ് അതെ, അത് തരും. ബിക്കോസ് നമ്മുടെ ഒരു ഗുരു ആണല്ലോ. ഇപ്പം ഇന്ന് ഞാനും ഒരു 8 years ടീച്ചറായിരുന്നല്ലോ. സോ അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം നമ്മൾ എത്രമാത്രം എൻകറേജ് ചെയ്യണതോ നമുക്കത് ആ സമയത്ത് എന്നെ അല്ലാതെ വേറൊരു ചെസ് നമ്പർ പോകാനും പുള്ളിയുടെ അല്ലേ ലൈൻ ബൈ ലൈൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ. പിന്നെ ഞാൻ അതിന് ശേഷം എനിക്ക് ഈ ഷോസിൽ എക്സ്പീരിയൻസ് ആയ കാരണമാണ് ഞാൻ പിന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷനിൽ പ്രോജക്റ്റ് ഹെഡായിട്ട് കയറി. അതിനുശേഷം മിസ്സസ് മലയാളിയിലും പ്രോജക്റ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ വൈറ്റ് ലാമ്പിലും മിസ് ആൻഡ് മിസ്സസ് ഫാഷൻ ക്വീൻ ഓഫ് കേരളയിലും പ്രോജക്റ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരുപാട് പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. അവരെ വെൽക്കം ചെയ്യാനായിട്ട് എന്താണ് ഒരു കാര്യം പറയാനുള്ളത്? അതായത് വെൽക്കം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പറയാനുള്ളത് ഒന്നുമല്ല, നമ്മൾ ഏതൊരു വർക്ക് നമ്മൾ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിലും അതിൽ നല്ലൊരു ഇൻവോൾവ്മെൻറ്റും ഡെഡിക്കേഷനുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഇത്രേ എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരികയാണ്, അവർക്ക് ലൈഫ് ലോങ് ഈ ഒരു പ്രൊഫഷനിൽ അവർക്ക് പിടിച്ച് നിൽക്കണം. അതിന് എങ്ങനെ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും? അല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഞാൻ മിസ്സസ് മലയാളിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം അതിലൊരു ടൈറ്റിൽ വിന്നർ അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, മാം എനിക്ക് മാമിനെ പോലെ ഇതുപോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷോസിലൊക്കെ വർക്ക് ചെയ്യണം, എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം അപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. അല്ലേ, നമ്മളെ കുറിച്ച് അറിയാമെങ്കിൽ പോലും നമുക്ക് ഒരാൾ പറയുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഇതിലേക്ക് എത്രയോ പേർക്ക് അവർക്ക് റാമ്പിൽ കയറണം, അവരെ റെപ്രസെൻ്റായി എല്ലാമായിട്ടും അവർക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് കയറണം, വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ അവരും വിചാരിച്ചാൽ അവർക്കും എവിടെയായാലും എത്തിപ്പെടാൻ പറ്റും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ വികാസ് സാർ വന്നപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു, ഈ ഒരു ചെറിയ ടൈമിൽ ഇത്രയും നേരം തന്നതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും ഈ ഒരു ഫീൽഡിൽ വൺ ഓഫ് ദി ബെസ്റ്റിലായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി.